വളരെ ചെറിയ പ്രായത്തിലെ തണലുകളൊക്കെയും നഷ്ടപ്പെട്ട മോനാണ് ഖാജാ മുഈനുദ്ദീൻ റളിയല്ലാഹു അൻഹു. അവിടുന്ന് അല്ലാഹുവിന്റെ ദീന് പഠിക്കാൻ ഇറങ്ങിയവരാണ്. പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് മനഃപ്പാഠമാക്കി. അല്ലാഹുവിന്റെ കലാം അവിടുന്ന് ഹൃദ്യസ്ഥമാക്കി. അല്ലാഹുവിന്റെ കലാമിന്റെ വചനങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അതിന്റെ പാരായണവും പഠനവും പൂർത്തിയാക്കി. അവിടെ അവസാനിപ്പിച്ചില്ല. അവിടുത്തെ അനന്തരമായി കിട്ടിയ തോട്ടം, ആ തോട്ടത്തിൽ ഇങ്ങനെ ഒരു ദിവസം ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ആ തോട്ടത്തിലേക്ക് അതിഥിയായൊരു മനുഷ്യൻ വരികയാണ്. ആ മനുഷ്യൻ തോട്ടത്തിന്റെ ഒരു ഭാഗത്ത് വന്നിരുന്ന സമയത്ത് ആ വന്ന മനുഷ്യന്റെ മുഖത്തെ ക്ഷീണം വായിച്ചെടുത്ത ഖാജാ മുഈനുദ്ദീൻ റളിയല്ലാഹു അൻഹു അവരുടെ അരികിലേക്ക് ചെന്നു. സലാം ചൊല്ലിയതിനു ശേഷം ചോദിച്ചു, ഭക്ഷണം എന്തെങ്കിലും ആവശ്യമാണോ? തോട്ടത്തിന്റെ ഒരു ഭാഗത്ത് വിശ്രമിക്കാൻ വന്ന മനുഷ്യന് ഭക്ഷണം നൽകുകയാണ്. തന്റെ തോട്ടത്തിലെ വിഭവങ്ങൾ എടുത്തു നൽകുകയാണ്. ആദരണീയമായ സ്വഭാവമുള്ള ആതിഥേയത്വ മര്യാദയുള്ള ആ കുഞ്ഞുമോനെ ചേർത്തു പിടിക്കുകയാണ്. ആ തോട്ടത്തിലേക്ക് അതിഥിയായി വന്നയാൾ ഇബ്രാഹീമുൽ ഖന്ദൂസി, അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ പെട്ടയാളാണ്. ബഹുമാനപ്പെട്ടവർ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ദീനിനെ ഖൽബിൽ എടുത്തു ജീവിക്കുന്നയാളാണ്. അള്ളാഹുവിന്റെ മതത്തിനു വേണ്ടി സർവ്വതും ത്യജിച്ച സാഹിദാണ് ബഹുമാനപ്പെട്ട മുഈനുദ്ദീൻ. അവരുടെ വായയിലേക്ക് തന്റെ കയ്യിലുള്ള ബറക്കത്ത് നൽകുകയാണ്. കഴിച്ചോ. ഉപ്പയിൽ നിന്ന് അനന്തരം കിട്ടിയ തോട്ടത്തിന്റെ ഒരു ഭാഗത്ത് വന്ന ആ കാലത്ത് ജീവിച്ചിരുന്ന ശൈഖന്മാരിൽപ്പെട്ട വലിയ സാഹിദായ മനുഷ്യന് അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ ബറക്കത്തിന്റെ ഭക്ഷണം വായയിലേക്ക് വെച്ചു. ആ നിമിഷമോ അവര് ലോകം തന്നെ മറന്നുപോയി. അള്ളാഹുവിന്റെ മഹാന്മാർ അവരു നൽകിയ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുന്ന ഉടനെ ലോകത്തിന്റെ വിചാരങ്ങൾ അവരുടെ ഹൃദയത്തിൽ നിന്നിറങ്ങുകയാണ്. എന്നെ അല്ലാഹു തആല സൃഷ്ടിച്ചത് ഈ തോട്ടത്തിന്റെ ഒരു മൂലയിൽ പണിക്കാരനായിരിക്കാനല്ല, ഈ തോട്ടത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താനല്ല, പഴങ്ങൾ പറിച്ചെടുക്കാനല്ല, ഇവിടെ വരുന്ന ഏതെങ്കിലും ജീവികളെ ആട്ടിയോടിക്കാനല്ല. എൻ്റെ ജീവിതത്തിന് വലിയ നിയോഗമുണ്ടെന്ന തിരിച്ചറിവ് വരികയാണ്. അതൊരു വലിയ തിരിച്ചറിവാണ്. എൻ്റെ ജീവിതം ഏതെങ്കിലും തരത്തിൽ ദുർവിനിയോഗം ചെയ്യാനുള്ളതല്ല. എൻ്റെ ശ്വാസോച്ഛ്വാസം അല്ലാഹുവിങ്കൽ നാളെ കണക്ക് പറയാനുള്ളതാണ്. എൻ്റെ യുവത്വം അല്ലാഹുവിൻ്റെ മുമ്പിൽ ബോധിപ്പിക്കാനുള്ളതാണ്. എൻ്റെ യൗവനം അല്ലാഹുവിൻ്റെ മുമ്പിൽ ബോധിപ്പിക്കാനുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ അവൻ നൽകിയ അനുഗ്രഹങ്ങളെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നതാണെന്ന വിചാരം വരികയാണ്. അതുകൊണ്ട് എൻ്റെ പ്രവർത്തനങ്ങളും ഇടപാടുകളും എന്നെ സൃഷ്ടിച്ച് പറഞ്ഞയച്ച ഒരു റബ്ബി ലോകത്തിനുണ്ട്. അവൻ്റെ ചിട്ടകൾക്കനുസരിച്ചല്ലാതെ ചിട്ടപ്പെടുത്താൻ കഴിയില്ല. എൻ്റെ ശരീരം അവനാണ് നിർമ്മിച്ചത്. എൻ്റെ ശ്വാസോച്ഛ്വാസം അവനാണ് നിയന്ത്രിക്കുന്നത്. എൻ്റെ ശരീരത്തിൻ്റെ വളർച്ച അവനാണ് നിയന്ത്രിക്കുന്നത്. എൻ്റെ ആയുസിൻ്റെ ഒടുക്കവും തുടക്കവും അവനാണ് നിയമിച്ചത്. അവനാണ് നിർണയിച്ചു തന്നത്. അവനാണ് ഫാഷനർ, അവനാണ് ഡിസൈനർ, അവനാണ് ഷേപ്പിനർ, അവനാണ് എല്ലാം. അവനാണ് ഓൾമൈറ്റി. അവനല്ലാതെ ഇലാഹില്ല, അവനല്ലാതെ അധികാരിയില്ല. അവൻ്റെ കയ്യിലാണിതെല്ലാം. വിചാരങ്ങൾ അവരുടെ ഹൃദയങ്ങളിലേക്ക് വന്ന നിമിഷം ആ തോട്ടം വിട്ടെറിഞ്ഞു ഖാജാ മുഈനുദ്ദീൻ റളിയല്ലാഹു അൻഹു നടക്കുകയാണ്.
അള്ളാഹുവിന്റെ ദീനു പഠിക്കാനാണ് അവർ യാത്ര ചെയ്തത്. ബഹുമാനപ്പെട്ട ഹുസാമുദ്ദീൻ ബുഖാരി തങ്ങളുടെ അരികിലേക്കാണ്. ആ കാലഘട്ടത്തിലെ വലിയ മുദർരിസാണവർ. അവരുടെ ചാരത്തു ചെന്നിട്ട് പരിശുദ്ധമായ ഖുർആനിന്റെ വ്യാഖ്യാനം പഠിച്ചു, പരിശുദ്ധമായ ഹദീസുകളെ പഠിച്ചു, അള്ളാഹുവിന്റെ കലാമിന്റെ ആഴങ്ങൾ അറിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം വൈജ്ഞാനിക മേഖലകളുണ്ടോ ആ മേഖലകളെല്ലാം അവർ കരസ്ഥമാക്കി. എത്ര കൊല്ലമാണ് അവർ ഹുസാമുദ്ദീൻ തങ്ങളുടെ ചാരത്തിരുന്നത്? 13 കൊല്ലം അവർ ഹുസാമുദ്ദീൻ തങ്ങളുടെ ചാരത്തു നടന്നു. അവരിൽ നിന്ന് അള്ളാഹുവിന്റെ ദീനിനെ അവർ പെറുക്കിയെടുത്തു. പരിശുദ്ധമായ മതത്തിന്റെ ആഴങ്ങൾ അവരറിഞ്ഞു. അള്ളാഹുവിന്റെ ഔലിയാക്കളെല്ലാം അങ്ങനെ തന്നെയാണ്. അവരുടെ എല്ലാവരുടെയും വിലാസം എന്താണ്? അവരണിഞ്ഞ വസ്ത്രമല്ല, അവരുടെ വേഷങ്ങളല്ല, അവരുടെ ഭാഷയല്ല, അവരെല്ലാം നിറഞ്ഞ ആലിമീങ്ങളാണ്, തികവത്തവരാണ്. 4 കിതാബയും മറ്റുള്ള സുഹുഫയും നാദൻ അരുളാലെ ഓതി ഉയർന്നോവർ യാ മുഹിയദ്ദീനി. യാ മുഹിയദ്ദീനി യാ മുഹിയദ്ദീനി അബ്ദുൽ ഖാദിർ ജീലാനി. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഇൽമാണത്. അവര് പരിശുദ്ധമായ ഖുർആനിന് പുറമെ അല്ലാഹുവിന്റെ മഹാരഥന്മാരായ മുൻഗാമികളായ പ്രവാചകന്മാർ അവർക്ക് ലഭിച്ച വേദങ്ങളിലൊക്കെയും അഗാധമായ ജ്ഞാനമുള്ളവരായിരുന്നു. പരിശുദ്ധമായ ദീനിന്റെ മേഖലകളുടെ വൈജ്ഞാനികമായ മേഖലകളൊക്കെയും അവര് കരസ്ഥമാക്കിയിരുന്നു. അശ്ശാഫിഇയ്യ ഫസിറത്തൽ ഹംബലിയ ബിലാ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ മതത്തിന്റെ വ്യത്യസ്തങ്ങളായ മദ്ഹബുകളിൽ അഗാധ ജ്ഞാനമുള്ള നേതാവായിരുന്നു ഔലിയാക്കളുടെ സുൽത്താൻ ഖാജാ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു. അവരെ പോലെ വലിയ ഇൽമുള്ളവരാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കൾ വലിയ ഇൽമുള്ള മഹാന്മാരാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ വിലാസം അവരുടെ ഇൽമാണ്. മഹാനരായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഇൽമ് പറഞ്ഞാൽ തീരാത്ത ഇൽമിന്റെ ഉടമയാണ് സയ്യിദുനാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്. പറഞ്ഞാൽ തീരാത്ത അറിവിന്റെ ഉടമയാണ് സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്. അതുപോലെ ബഹുമാനപ്പെട്ട ഖാജാ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു അഗാധമായ വൈജ്ഞാനിക മേഖലയിൽ പ്രശോഭിച്ച അതിന്റെ ആഴികളെ തൊട്ടറിഞ്ഞ നേതാവാണ്. എന്തിനാണ് നമുക്ക് അറബി കോളേജുകൾ? നമ്മുടെ മക്കളെ എന്തിനാണ് നമ്മൾ ദീന് പഠിപ്പിക്കുന്നത്? അള്ളാഹുവിന്റെ മഹാരഥന്മാരായ മുൻഗാമികളുടെ വഴികളെ സ്വീകരിക്കാനും അതിലേക്ക് ചേരാനുമാണ്. ബഹുമാനപ്പെട്ട ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, അള്ളാഹുവിന്റെ ഔലിയാക്കൾ ഉലമാ അള്ളാഹുവിന്റെ ഔലിയാക്കളായില്ലെങ്കിൽ പിന്നെ ആരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കളാവുക? ഇന്ന് ആത്മീയതയുടെ വേഷം കെട്ടി അറിവില്ലാത്ത മനുഷ്യർ രംഗപ്രവേശനം ചെയ്യുന്ന കാലത്ത് നമുക്കുരച്ചു നോക്കാനുള്ള ജീവിതങ്ങളാണ് ശൈഖ് ജീലാനി തങ്ങളുടെ ജീവിതം, മഹാനരായ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം, ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫാഇ തങ്ങളുടെ ജീവിതം, ശരീഅത്തുൽ ഇസ്ലാമിന് കാവൽ നിന്ന മുൻഗാമികളുടെ ജീവിതം. നമ്മുടെയൊക്കെ നാടുകളിൽ നിന്ന് പലരും പ്രത്യക്ഷപ്പെട്ട് ആത്മീയതയുടെ പേരിൽ മുസ്ലിമീങ്ങളുടെ നിസ്കാരവും നോമ്പും നഷ്ടപ്പെടുത്തുന്നവരുണ്ട്, മുസ്ലിമീങ്ങളുടെ ആരാധനകൾ നഷ്ടപ്പെടുത്തുന്നവരുണ്ട്, അള്ളാഹുവിന്റെ ദീനിന് നിരക്കാത്ത ഇടപാടുകൾ നടത്തുന്നവരുണ്ട്, സംഗീത നിശകൾ സംഘടിപ്പിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ എത്രയോ ഹറാമായ കാര്യങ്ങളിലേക്ക് ആത്മീയതയുടെ മൂടുപടമണിഞ്ഞ് പലരും വിളിച്ചു കൊണ്ടുപോകുന്ന കാലത്ത്, ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് മുമ്പിൽ ജീവിച്ചിരുന്ന കഴിഞ്ഞുപോയ മുൻഗാമികളുടെ ഒക്കെയും ചരിത്രം നമ്മുടെ മുൻഗാമികളായ സ്വാലിഹീങ്ങളുടെ ഒക്കെയും ജീവിത ചരിത്രത്തെ നമ്മൾ വീണ്ടും വായിക്കുക. അവരൊക്കെയും അള്ളാഹുവിന്റെ പരിശുദ്ധമായ മതത്തെ അത് ജീവിപ്പിക്കുകയും പ്രസരിപ്പിക്കുകയും അതിന്റെ ഹുക്കുമുകളെ നിലനിർത്താൻ ജനങ്ങളെ പ്രേരിപ്പിക്കുകയും അഗാധമായ വൈജ്ഞാനിക മേഖലകളിൽ പ്രവേശിക്കുകയും ചെയ്ത ആളുകളാണ്. ഇന്ന്
അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ മതനിയമങ്ങളെ പറയുന്നവരെ പരിഹസിക്കുന്ന കാലമാണ്. രാഷ്ട്രീയത്തിന്റെയും സാമൂഹികമായ ഇടപാടുകളുടെയും മറ്റേതെങ്കിലുമൊക്കെ താല്പര്യങ്ങളുടെയും പേരിൽ അള്ളാഹുവിന്റെ മതം പറയുന്നവരെ പരിഹസിക്കരുത്. ഏതെങ്കിലുമൊക്കെ നീക്കുപോക്കുകൾക്ക്, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മതത്തിന്റെ നിയമങ്ങളെ വികലപ്പെടുത്തരുത്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന്, എങ്ങനെയാണ് കഴിയേണ്ടതെന്ന്, എങ്ങനെയാണ് ഇവിടെ ആ ജീവിതവുമായി ബന്ധപ്പെട്ട നിയമങ്ങളും നിഷ്ഠകളും പാലിക്കേണ്ടത് എന്ന് കൃത്യമായി വരച്ചു കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ മതത്തിന്റെ നിയമങ്ങളെ മുറുകെ പിടിക്കുന്നവർ, ബഹുമാനപ്പെട്ട ഖാജാ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു തന്റെ മനസ്സിലേക്ക് വന്ന ആധ്യാത്മികമായ ചിന്തയുമായി ബന്ധപ്പെട്ട് ഇറങ്ങി നടന്ന് ഞാനൊരു ശൈഖാണ് എന്ന പ്രഖ്യാപനം നടത്തല്ല. ആ കാലഘട്ടത്തിലെ വലിയ മഹാന്മാരായ സ്വാലിഹീങ്ങളുടെ അരികിലേക്കാണ് ചെന്നത്. അവരിൽ നിന്ന് അല്ലാഹുവിന്റെ മതത്തിന്റെ ആഴങ്ങൾ പഠിക്കുകയാണ്. അവരിൽ നിന്ന് പരിശുദ്ധമായ ദീനിന്റെ വിജ്ഞാനങ്ങൾ കരഗതമാക്കി. എന്നിട്ടും അവരുടെ വിജ്ഞാന യാത്ര അവസാനിക്കുന്നില്ല. എത്രയോ സ്ഥലങ്ങളിലാണ് ബഹുമാനപ്പെട്ട ഖാജാ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു വിജ്ഞാനം തേടി നടന്നത്, ഇൽമു പഠിക്കാൻ യാത്ര ചെയ്തത്. എത്രയോ ആളുകളുടെ ചാരത്തേക്കാണ് ദീനിന്റെ ഉലൂമുകൾ കരസ്ഥമാക്കാൻ എത്തിച്ചേർന്നത്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് റിളാഉല്ലാഹ് അലൽ മൗലാ മുഈനുദ്ദീൻ വലിയില്ലാഹ് സ്വലാത്തുല്ലാഹ്. അലാ യാസീൻ ഹബീബില്ലാഹ്. അല്ലാഹുവിന്റെ കലാമിനെ അറിയണമെങ്കിൽ അഗാധമായ വിജ്ഞാനം ആവശ്യമാണ്. അതൊക്കെയും കരസ്ഥമാക്കിയിട്ടാണ് ബഹുമാനപ്പെട്ട ഉസ്മാനുൽ ഹാറൂനി തങ്ങളുടെ ചാരത്തേക്ക് ചെല്ലുന്നത്. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ശൈഖാണ്, മുറബ്ബിയായ ആളാണ് ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹു. അവരുടെ അരികിലേക്ക് ചെല്ലുന്നത് 14 കൊല്ലം പഠിച്ചതിന് ശേഷമാണ്. എന്നെ സ്വീകരിക്കുമോ, അല്ലാഹുവിന്റെ മാർഗമൊന്ന് കാണിച്ചു തരുമോ? ആരാണ് ഉസ്മാനുൽ ഹാറൂനി തങ്ങളെന്നറിയുമോ? അവര് കഅബാലയം തവാഫ് ചെയ്യുന്നതിന്റെ ഇടയിൽ പലപ്പോഴും കേൾക്കാറുണ്ടായിരുന്നു, ഓ ഉസ്മാൻ, നിങ്ങൾ വേണ്ടത് ചോദിച്ചോ ഉസ്മാനെ, അല്ലാഹു തആല തരും ഉസ്മാൻ. മലക്കുകളുടെ സംസാരം കേൾക്കുന്നയാളായിരുന്നു. ഇജാബത്തുള്ള ഇടങ്ങളിലേക്ക് അല്ലാഹു തആല എത്തിക്കുന്ന നേതാവായിരുന്നു. അവര് മദീനയിൽ വന്നപ്പോഴോ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീന മുനവ്വറയിൽ ഉസ്മാനുൽ ഹാറൂനി തങ്ങൾ വരുന്ന രംഗമുണ്ട്. മുസ്തഫായ നബി തങ്ങളുടെ പരിശുദ്ധമായ മദീന മുശറഫയുടെ മുറ്റത്ത് ഹുജ്റത്തു ശരീഫയുടെ വാതിലിൽ അവർ വന്നു നിൽക്കും. എന്നിട്ട് സലാം ചൊല്ലും, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഹജ്ജ് കർമ്മത്തിന് വരുന്ന നേരത്ത്, ഉംറ നിർവഹിക്കാൻ വരുന്ന നേരത്ത് മദീന മുനവ്വറയുടെ മുറ്റത്തു നിന്ന് ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹു സലാം പറയും. ആ സലാമിനോ മദീന മറുപടി പറയും. ഹബീബായ നബി തങ്ങളുടെ ഹുജ്റത്തു ശരീഫയിൽ നിന്ന് മറുപടി ലഭിക്കും, വഅലൈക്കുമുസ്സലാം. അത്ര വലിയ ആത്മബന്ധമുള്ള നേതാവാണ്. ഹബീബായ നബി തങ്ങളുടെ മദീന മറുപടി പറയാൻ മാത്രം വലിയ ആത്മബന്ധം സ്വീകരിച്ച നേതാവാണ്, സ്ഥാപിച്ച നേതാവാണ് ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹു. അവരുടെ അരികിലേക്കാണ് ചെന്നത്. എനിക്ക് അല്ലാഹുവിനെ പരിചയപ്പെടുത്തി തരുമോ? അവന്റെ ദിക്റിലായി എന്നെ ജീവിപ്പിക്കുമോ? അവന്റെ ഫിക്റിലായി എന്നെ കഴിയാൻ അനുവദിക്കുമോ?
എനിക്ക് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള വഴികൾ തുറന്നു തരുമോ? ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ നിന്ന് ആധ്യാത്മിക സരണികളിലൊക്കെയും അത്യുന്നതമായ വിജ്ഞാനം കരസ്ഥമാക്കി ഖാജാ മുഈനുദ്ദീൻ റളിയല്ലാഹു അൻഹു. എന്നിട്ടോ വിശാലമായ ആ പഠനകാലം 20 കൊല്ലമാണ്. അതിൻ്റെ എല്ലാ തലങ്ങളിലേക്കും കടന്നു പോകാനുള്ള സമയമില്ല. ഒരുപാട് തവണ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനെയും കൊണ്ട് മക്കാ മുക്കറമയുടെ അരികിൽ വന്നിട്ടുള്ള, മദീനയുടെ ചാരത്ത് വന്നിട്ടുള്ള ഉസ്മാനുൽ ഹാറൂനി തങ്ങള് 20 കൊല്ലം കഴിഞ്ഞപ്പോ പറഞ്ഞു, മുഈനുദ്ദീൻ, നിങ്ങളും ഞാനുമായി പിരിയാനുള്ള സമയമായിട്ടുണ്ട്. ഹാദാ ഫിറാഖു ബൈനി വ ബൈനിക്. ബഹുമാന്യരായ മൂസാ കലീമുല്ലാഹി അലൈഹിസ്സലാം ഖളിർ നബി അലൈഹിസ്സലാമുമായി കണ്ടുമുട്ടി പിരിഞ്ഞ രംഗം പോലെ അവര് പിരിയുന്ന നേരത്ത് തന്റെ ശിഷ്യനു വേണ്ടി വലിയ അല്ലാഹുവിങ്കൽ നിന്നുള്ള പദവികളെ ചോദിക്കുകയാണ് സയ്യിദുനാ ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹു. ആ ശിഷ്യനോട് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് പോകാം, അല്ലാഹുവിന്റെ പരിശുദ്ധമായ മതത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാം. മദീന മുനവ്വറയിലേക്കാണ് അവർ വരുന്നത്. മദീന മുനവ്വറയിൽ സാധാരണ പോലെ ഹബീബായ നബി തങ്ങൾക്ക് അവിടുന്ന് സലാം പറഞ്ഞു. ആ സലാമിന് മറുപടി കിട്ടി. ശിഷ്യന് വേണ്ടി ദുആ ചെയ്ത ഉസ്മാനുൽ ഹാറൂനി തങ്ങളും മടങ്ങി. അപ്പോഴാണ് ഖാജാ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹുവിനുള്ള സന്ദേശം വരുന്നത്. ഓ മുഈനുദ്ദീൻ, ഇന്ത്യ രാജ്യത്തേക്ക് പോകൂ മോനെ. ഇരുട്ടിലേക്ക് ആപതിച്ചുകൊണ്ടിരിക്കുന്ന ആ രാജ്യത്തെ ഇസ്ലാമിന്റെ വെളിച്ചം നിറയ്ക്കുമോനെ. അള്ളാഹുവിന്റെ മതം പറഞ്ഞു കൊടുക്കൂ. മദീന മുനവ്വറയിൽ നിന്നുള്ള സന്ദേശമാണ്, അള്ളാഹുവിന്റെ ഹബീബിൽ നിന്നുള്ള ഉത്തരവാണ്. ആ ഉത്തരവ് കിട്ടുമ്പോ ഖാജാ തങ്ങൾക്കറിയില്ല ഈ ഹിന്ദ് എവിടെയാണ്, ഇന്ത്യ എവിടെയാണ്, ഡൽഹി എവിടെയാണ്, അജ്മീർ എവിടെയാണ്, എവിടേക്കാണ് പോകേണ്ടതെന്നറിയില്ല. അവിടുന്ന് ചാരി റൗളാ ഷരീഫിന്റെ ഭിത്തിയിൽ ചാരി ഉറങ്ങി. യാ റസൂലല്ലാഹ്, അങ്ങനെ ഒരു ദേശത്തേക്ക് പോകാൻ പറഞ്ഞില്ലയോ ഉപ്പ? ആ ദേശം എവിടെയാണെന്ന് പറഞ്ഞു തരുമോ? അവിടെ പോകുമ്പോ ഞാൻ എടുക്കേണ്ട നിലപാടുകൾ എന്താണെന്ന് പറഞ്ഞു തരുമോ? എങ്ങനെയാണ് അവിടെ എത്തിച്ചേരുക എന്ന് പറഞ്ഞു തരുമോ? അള്ളാഹുവിന്റെ ഹബീബിൽ നിന്നുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ അവർക്ക് ലഭിക്കുകയാണ്. അതുകൊണ്ടാണ് അവരെ നമ്മൾ വിളിക്കുന്നത് അത്വാഉർ റസൂൽ. ഇന്ത്യ രാജ്യത്തിന് അള്ളാഹുവിന്റെ ഹബീബിന്റെ ഔദാര്യം, മദീനയുടെ സമ്മാനം. ഖാജാ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു അവർ ഇന്ത്യയിലേക്ക് വരുന്നത് വെറുതെയല്ല. ഇറാനിലെ സഞ്ചറിൽ ഉറങ്ങിക്കൊണ്ടിരുന്ന പൊന്നോമന മകനെ ഇന്ത്യയുടെ അമരത്തേക്ക് നിയോഗിച്ചതാരാണ്? അത് മദീനയിലെ സുൽത്താൻ. അങ്ങകലെ യമനിന്റെ മണ്ണിൽ നിന്ന് മമ്പുറത്തെ തങ്ങളെ ഈ മണ്ണിലേക്ക് പറഞ്ഞയച്ചതാരാണ്? അത് മദീനയുടെ സുൽത്താൻ. സയ്യിദ് ശരീഫുൽ മദനി തങ്ങളെ ഉള്ളാളത്തേക്ക് പറഞ്ഞയച്ചതാരാണ്? അത് മദീനയുടെ സുൽത്താൻ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ബാദുഷാ തങ്ങളെ ഏർവാടിയിലേക്ക് പറഞ്ഞയച്ചതാരാണ്? അതും മദീനയുടെ സുൽത്താൻ. നമ്മുടെ ചുറ്റുപാടുകളിലുമുള്ള മസാറുകളിൽ മറപ്പെട്ടു കിടക്കുന്ന മഹാരഥന്മാരായ ഔലിയാക്കളെ നമുക്ക് തന്നതാരാണ്? നമുക്ക് ചെയ്ത ഔദാര്യമാണ്. ഈ ഉമ്മത്തിനോടുള്ള വലിയ കാരുണ്യമാണ്. സയ്യിദുൽ വജൂദായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാരുണ്യമാണ്. അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഇരുട്ടിലേക്ക് വീണുപോകുന്ന
പോകുന്ന മനുഷ്യ സമൂഹങ്ങളെ വെളിച്ചം കൊണ്ട് തിരുത്താൻ ആവശ്യമായവരെ പറഞ്ഞയക്കുകയാണ്. അവർ ഈ മണ്ണിലേക്ക് വന്നു ചേരുന്ന നേരം ആലോചിച്ചു നോക്കൂ. 10 കൊല്ലം പഠനം നടത്തി, 20 കൊല്ലം പഠനം നടത്തിയ ഒരാൾ, അയാൾ പിന്നെ ചിന്തിക്കുന്നത് എങ്ങനെയാണ്? എനിക്ക് ഏറ്റവും കംഫർട്ടായ ഒരു സ്ഥലത്ത് ജോലി ചെയ്യണമെന്നാണ്, സ്ഥിരമായ ഒരു വരുമാനം ലഭിക്കണമെന്നാണ്, ഒരു വീട് വെക്കണമെന്നാണ്, അവിടെ എനിക്ക് കഴിഞ്ഞുകൂടണമെന്നാണ്. ഔലിയാക്കളുടെ ജീവിതം അങ്ങനെയല്ല. അവരാത്മീയതയുടെ അങ്ങേ തലയിലെത്തുമ്പോഴാണ് അവർക്ക് വിവരം ലഭിക്കുന്നത്. എല്ലാ കംഫർട്ട് സോണുകളും പൊളിച്ചു കളഞ്ഞ് വെല്ലുവിളികൾ നിറഞ്ഞ, പ്രതിസന്ധികൾ നിറഞ്ഞ കാലഘട്ടത്തിലൂടെ സഞ്ചരിക്കാൻ അവരെ നിയോഗിക്കുകയാണ്. ഔലിയാക്കളുടെ ചരിത്രമെടുത്തോ, അമ്പിയാക്കളുടെ ചരിത്രമെടുത്തോ. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം ഇറാഖിലാണ് പിറന്നത്. ബാബിലോണിയക്കാരനാണ്. അവിടുന്ന് പ്രബോധനം ചെയ്ത ഭൂമികൾ എത്രയാണ്, നടന്നുപോയ വഴികൾ എത്രയാണ്. ഇന്നവരുറങ്ങുന്നത് ഫലസ്തീനിന്റെ മണ്ണിലല്ലേ. സയ്യിദുനാ മൂസാ കലീമുല്ലാഹി അലൈഹിസ്സലാം അവര് പിറന്നത് എവിടെയാണ്, ഇന്ന് കിടക്കുന്നത് എവിടെയാണ്? ഹബീബായ നബി തങ്ങൾ പിറന്നത് മക്കാ മുക്കറമയിലാണ്. അവിടുന്ന് മറപ്പെട്ടത് മനോഹരമായ പച്ചത്താഴികക്കുടത്തിനു താഴെ മദീന മുശറഫയിലെ ഹുജറത്തു ശരീഫയിലാണ്. നമുക്കറിയുന്നതാണ്. അങ്ങനെ അമ്പിയാക്കളുടെ ചരിത്രം ഒരു ഭാഗത്ത്, ഔലിയാക്കളുടെ ചരിത്രം ഒരു ഭാഗത്ത്. അവരുടെ ദേശങ്ങളും സുഖങ്ങളും കാലങ്ങളും ജീവിതങ്ങളും സന്തോഷങ്ങളും വിട്ടെറിഞ്ഞവർ വന്നതെന്തിനാണ്? ലില്ലാ ലില്ലാ. ഓ മുഅ്മിനേ, അവർക്ക് അവരുടെ രാജ്യത്ത്, അവരുടെ ദേശത്ത്, അവരുടെ ജനങ്ങളുടെ ഇടയിൽ ഏറ്റവും സമുന്നതന്മാരായി ജീവിക്കാമായിരുന്നു. എന്നിട്ടും അവരതെല്ലാം വലിച്ചെറിഞ്ഞു വന്നു. ഇന്ത്യയിലേക്ക് തൻ്റെ പ്രിയപ്പെട്ട മകനെ പറഞ്ഞയച്ചു. ഇന്ത്യയിലേക്ക് വരുന്നതോ മുൽത്താനിലൂടെ, പെഷവാറിലൂടെ, ലാഹോറിലൂടെ, കാബൂളിലൂടെ, അഫ്ഗാനിന്റെ, പാകിസ്ഥാന്റെ, ഇന്നത്തെ പല രാജ്യങ്ങളുടെയും മേഖലകളിലൂടെ നടന്നു വന്നു. ആ വരുന്ന നേരത്തതിന്റെ ചാരത്തുണ്ടായിരുന്ന മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഈമാനിന്റെ വെളിച്ചം തൂകി കടന്നു വന്ന വഴികളെ മുഴുവനും പ്രശോഭിപ്പിച്ചു. അവരുടെ ഹൃദയങ്ങളിൽ ഈമാനിന്റെ വിത്തുവാകി കൊടുത്തു. അവരുടെ ഹൃദയങ്ങളെ അല്ലാഹുവിലേക്ക് അടുപ്പിച്ചു. അവരുടെ ഹൃദയങ്ങളിൽ അല്ലാഹുവിനെ ഉറപ്പിച്ചു. വന്ന വഴികളിലെല്ലാം പരിശുദ്ധമായ ദീനിനെ സ്ഥാപിച്ചിട്ടാണ് ഈ രാജ്യത്തേക്ക് കടന്നു വന്നത് ഖാജാ മുഈനുദ്ദീൻ റളിയല്ലാഹു അൻഹു. നമ്മളൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂടിയതിന്റെ ലക്ഷ്യം എന്താണ്? ആ മഹാനുഭാവരുടെ ജീവിതം പറയുമ്പോ അവരല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ഒരുപാട് ആളുകളെ കൈപിടിച്ചവരാണ്. അവരുടെ ഹൃദയങ്ങളെ ഈമാനികമായി ഉയർത്തി നൽകിയവരാണ്. നമ്മളോ ഈമാൻ കൊണ്ട് എത്രയോ ളുഅഫുള്ളവരാണ്, എത്രയോ താഴ്ന്ന പടിയിലുള്ളവരാണ്, എത്രയോ ബലഹീനമായ വിശ്വാസത്തിന്റെ വക്താക്കളാണ്. നമ്മുടെ ഖൽബിലെ ഈമാൻ, ആ ഈമാനൊന്നുയർന്നു കിട്ടണം. അല്ലാഹുവിന്റെ അരികിലേക്ക് എത്തുന്ന ഈമാൻ ഉണ്ടാകണം. ഉൾക്കാഴ്ചയുള്ള ഈമാനിന്റെ ആളുകളാകണം. അല്ലാഹുവിനെ ഓർമ്മ വരുന്ന ജീവിതം വേണം. ഖാജാ തങ്ങളുടെ ഉറൂസിൽ ഒരുമിച്ച് കൂടിയവരെ, നമ്മുടെ ലക്ഷ്യം അതാണ്. ആ മഹാന്മാരെ പറയുന്ന നേരത്ത് അവരല്ലാഹുവിന്റെ അരികിലേക്ക് തെളിച്ചു കൊണ്ടുപോയ ഹൃദയങ്ങൾ എത്രയാണ്. കറുത്തുപോയ ഹൃദയങ്ങളെ അവര് കൊണ്ടുപോയവരല്ലേ. അതുപോലെ നമ്മളെയും ഒന്ന് കൊണ്ടുപോകണമെന്ന വിചാരമാണ്. അല്ലാഹുവിൽ ചേർത്തു തരുമെന്ന വിചാരമാണ്. അല്ലാഹു നമ്മുടെ ഈമാൻ അത് ഉയർത്തി നന്നാക്കി തരട്ടെ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. ഇന്ത്യ രാജ്യത്തേക്ക് ബഹുമാനപ്പെട്ട ഖാജാ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു വരുമ്പോൾ അവർക്ക് കൃത്യമായ ലക്ഷ്യം, കൃത്യമായ മാർഗം, കൃത്യമായ ദർശനം, കൃത്യമായ ചിട്ടകൾ ഇതൊക്കെയും ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അന്ന് ഇന്ത്യ രാജ്യത്ത് ചില പ്രശ്നങ്ങളുണ്ട്. ഖാജാ തങ്ങൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഓരോ സ്ഥലത്തേക്കും അള്ളാഹുവിന്റെ പ്രവാചകർ പറഞ്ഞയക്കുന്ന പ്രബോധകരായ ആളുകൾക്ക് വലിയ ലക്ഷ്യങ്ങളുണ്ട്.
ഇന്ത്യയിലേക്ക് ഖാജാ തങ്ങൾ വരുമ്പോൾ രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. ഒന്ന്, ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് വ്യാപകമായ തെറ്റിദ്ധാരണ നിലനിൽക്കുന്ന കാലമാണ്. പൃഥ്വിരാജിന്റെ ഭരണകാലം. അവർക്ക് മുസ്ലിങ്ങളെ കുറിച്ച് അറിയാവുന്നത് ഇടയ്ക്കിടയ്ക്ക് അവരുടെ രാജ്യം ആക്രമിക്കാൻ വരുന്ന ശിഹാബുദ്ദീൻ ഗോറിയുടെ കൂടെ വരുന്ന മുസ്ലിങ്ങളെയാണ്. ഉത്തരേന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് അക്രമം അഴിച്ചു വിട്ടുകൊണ്ട് കടന്നു വരുന്ന ഏതെങ്കിലുമൊക്കെ രാജ്യത്തുനിന്ന് വരുന്ന സൈന്യങ്ങൾ, ആ കൂട്ടത്തിൽ ഒരു വിഭാഗം ശിഹാബുദ്ദീൻ ഗോറിയുടെ സൈന്യമെന്ന് ഇന്ത്യ ആക്രമിച്ചിരുന്നു. അവരുടെ കൂടെ വരുന്ന ആളുകളെ കണ്ടിട്ട് ഇവരാണ് മുസ്ലിങ്ങൾ എന്ന് തെറ്റിദ്ധരിച്ചിരുന്നു ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങൾ. ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും അള്ളാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കൾ വന്നിട്ടുണ്ടെങ്കിലും വിശാലമായ ഒരു പ്രബോധനം എത്തിച്ചേർന്നിട്ടില്ല. ഈ രാജ്യത്തെ ഹൈന്ദവരായ സഹോദരങ്ങൾ അല്ലെങ്കിൽ വിവിധ വിശ്വാസങ്ങളിൽപ്പെട്ട ആളുകൾ കരുതിയിരുന്നത് മുസ്ലിങ്ങളുടെ കൾച്ചർ, മുസ്ലിങ്ങളുടെ ഇടപാടുകൾ, മുസ്ലിങ്ങളുടെ ശൈലി, മുസ്ലിങ്ങളുടെ വർത്തമാനം അതൊക്കെ ശിഹാബുദ്ദീൻ ഗോറിയുടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ അക്രമം അഴിച്ചുവിടുന്നവരുടെ ശൈലിയാണ് എന്ന് കരുതിയത് കൊണ്ട് മുസ്ലിങ്ങളോട് വലിയ വെറുപ്പ് അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ രാജ്യം വെറുപ്പിനെ ഉൽപ്പാദിപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. ആ വെറുപ്പിനെ ഉൽപ്പാദിപ്പിക്കുവാൻ ഹൈന്ദവ സഹോദരങ്ങളുടെ ഹൃദയങ്ങളിൽ മുസ്ലിങ്ങളോട് വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. അതിനുവേണ്ടിയാണ് പള്ളികളുടെ അടിയിലൊക്കെ നിങ്ങളുടെ അമ്പലങ്ങളുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നത്. അതിനുവേണ്ടിയാണ് പള്ളികൾ ചൂണ്ടിക്കാണിച്ചിട്ട് അതിന്റെ താഴത്തൊക്കെ നിങ്ങൾ ആരാധിച്ചിരുന്ന ആരാധനാ വിഗ്രഹങ്ങളുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നത്. മുസ്ലിം സഹോദരങ്ങളോടുള്ള വെറുപ്പിനെ, വിദ്വേഷത്തെ ഹൃദയത്തിൽ ഊട്ടിയുറപ്പിച്ചു നിർത്തി അതിന്റെ മറവിലൂടെ അധികാരമേറാനുള്ള ശ്രമമാണ്. വിശാലമായ വിഷയം ഞാൻ ചർച്ച ചെയ്യുന്നില്ല പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. രണ്ടാമത്, ഈ രാജ്യത്ത് വലിയ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന കാലമാണ്. മനുഷ്യരെ വ്യത്യസ്ത വർണ്ണങ്ങളായി, വർഗങ്ങളായി, ജാതികളായി തിരിച്ചു. അവരിൽ പല ആളുകൾക്കും ശരിയായി വഴി നടക്കാൻ അനുമതിയില്ല, ഭക്ഷണം കഴിക്കാൻ അനുമതിയില്ല, മുഖത്തോട് മുഖം നോക്കാനോ മാറുമറയ്ക്കാനോ വസ്ത്രം ധരിക്കാനോ അനുമതിയില്ലാത്ത കാലത്താണ് ഈ രണ്ട് പ്രശ്നങ്ങളെയും അഡ്രസ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ മുസൽമാന്റെ ആത്മീയ തലസ്ഥാനത്തുറങ്ങുന്ന നേതാവ് ഖാജാ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു ഇന്ത്യയിലേക്ക് വരുന്നത്. അവരിലൂടെ അവര് കാണിച്ചു കൊടുത്തു ഇസ്ലാമോഫോബിയയുടെ എല്ലാ ഉൾച്ചെടികളെയും വകഞ്ഞു മാറ്റി അള്ളാഹുവിന്റെ മതത്തെ തെറ്റിദ്ധരിച്ചവരുടെ മുന്നിൽ അവരവരുടെ ജീവിതത്തെ അവതരിപ്പിച്ചു. ഇതാണ് ഇസ്ലാം. തങ്ങളെ തകർക്കാൻ അതിർത്തികളിൽ കാവല് നിന്ന, അതിർത്തികൾ കെട്ടിപ്പൂട്ടി ആയുധങ്ങളുമായി നിന്ന മനുഷ്യർ അവരുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചുകൊണ്ടാണ് ഈ രാജ്യത്തേക്ക് അവർ വന്നത്. കയ്യിലൊരു കഠാരയില്ല, ആയുധങ്ങളില്ല, വാളുകളില്ല, ഏതെങ്കിലും തരത്തിലുള്ള ആക്രമിക്കാനുള്ളതൊന്നും അവരുടെ പക്കലില്ല. അതുകൊണ്ട് തന്നെ കാവൽ നിന്ന സൈന്യം അവരെ തടയുന്നില്ല. ഈ രാജ്യത്തേക്ക് അവർ പ്രവേശിച്ചിട്ട് അവരുടെ ജീവിതം അവരുടെ മുമ്പിൽ കാഴ്ചവെക്കുകയാണ്. ഇതാണ് ഇസ്ലാം. നോക്കിക്കോ, ഞാൻ ഹബീബായ നബി തങ്ങളുടെ പ്രതിനിധിയാണ്. മദീന മുനവ്വറയിൽ നിന്ന് വരുന്നയാളാണ്. അകലെ നിന്നെന്നെ വിളിച്ച് നിയോഗിച്ചു പറഞ്ഞേച്ചതാണ്. എന്റെ ജീവിതം നോക്കൂ, ഇതാണ് ഇസ്ലാം. അവരുടെ മുമ്പിൽ മനോഹരമായ ഇസ്ലാമിനെ അവതരിപ്പിച്ചു. അള്ളാഹുവിന്റെ ദീൻ അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചു എന്ന് മാത്രമല്ല, മനുഷ്യനെ പകുത്തുവെക്കുന്ന എല്ലാ പ്രത്യായ ശാസ്ത്രങ്ങളെയും തകർത്തെറിഞ്ഞ് പാവങ്ങളായ മനുഷ്യരാജ്യമീറിലെ മാമലയിലേക്ക് വിളിച്ചു വരൂ, 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 വരൂ. വിശക്കുന്നവരാണോ? ഭക്ഷണം തരാം. കണ്ണീരിലാണോ? കണ്ണീര് തുടച്ചു തരാം. പ്രയാസമാണോ? അകറ്റിത്തരാം. ഒരു വഴിയിലൂടെ മറുഭാഗത്ത് ആഢ്യത്വമുള്ള ഒരു മനുഷ്യൻ നടന്നു പോകുന്ന നേരം ആ വഴിയുടെ മറുതലയ്ക്കൽ നടക്കാൻ ഒരിക്കലും ആ വഴിയുടെ മറുതലയ്ക്കൽ നടക്കാൻ അവകാശമില്ലാതിരുന്നയാൾ, അവരുടെ കൂടെ നിൽക്കാൻ അവകാശമില്ലാതെ ഇരുന്നയാൾ, ഒരു പാത്രത്തിൽ പോയിട്ട് അരികിലിരുന്നു പോലും ഭക്ഷണം കഴിക്കാൻ അവകാശമില്ലാത്തയാൾ, അവരെ എല്ലാവരെയും അജ്മീർ വിളിക്കുകയാണ്, വരൂ. ഹബീബായ നബി തങ്ങളുടെ പേരക്കുട്ടി റസൂലുള്ളാന്റെ പുന്നാര മകൻ, അവിടുന്ന് വന്ന അറബിയായ സുന്ദരനായ മനുഷ്യൻ രാജ്യത്തെ എല്ലാ പാവങ്ങളെയും വിളിച്ചു ചേർത്തു, വരൂ.
അന്നം നൽകി, അറിവ് നൽകി, അവർക്ക് വേണ്ടതെല്ലാം നൽകി അവരെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചപ്പോ സുന്ദരനായ സുമുഖനായ പ്രവാചക പരമ്പരയിലെ പേരക്കുട്ടി എന്നേക്കും അടിച്ചമർത്തിയിരുന്ന, എല്ലാ കാലത്തും സമൂഹത്തിന്റെ പിന്നാമ്പുറത്തേക്ക് തള്ളിക്കളഞ്ഞിരുന്ന സമൂഹത്തെ ഹൃദയത്തോട് ചേർത്ത് ആലിംഗനം ചെയ്തപ്പോ അവര് പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. 96 ലക്ഷം ആളുകളുടെ ഹൃദയത്തിലേക്ക് ഇസ്ലാമിനെ സന്നിവേശിപ്പിച്ച നേതാവാണ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു. എത്രയാ? 96 ലക്ഷം. എന്റെ സദസ്സിലിരിക്കുന്ന മുസ്ലിമീങ്ങളെ, നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് എത്ര ആളുകളെ ഇസ്ലാമിലേക്ക് അടുപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ഇസ്ലാമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതല്ല, ഇസ്ലാമിനെ സ്നേഹിക്കുന്ന തരത്തിലേക്ക് എത്ര ആളുകളെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ഖാജ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു ആരാണ്? 96 ലക്ഷം ആളുകളെ ഇസ്ലാമിലേക്ക് ഒരു ചോര വീഴാതെ, ഒരു തുള്ളി ചോര വീഴാതെ, ഒരായുധമെടുക്കാതെ ഈ രാജ്യത്ത് ഇസ്ലാമിന്റെ വെളിച്ചം കാണിച്ചു കൊടുത്തു കൊണ്ടുവന്ന ആ പാതയാണ് മുസ്ലിം സമൂഹത്തിന് എല്ലാ കാലത്തും പിന്തുടരാനുള്ള പാത. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അങ്ങനെയല്ലേ? അബുൽ ഹസൻ അലി നദ്വി എഴുതിയില്ലേ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ലോകത്തെ ഏറ്റവും അധികം ആളുകൾക്ക് ഹിദായത്തിന് കാരണക്കാരനായ ആൾ സയ്യിദുനാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയാണ് ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്. ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഹൃദയത്തിൽ ഹിദായത്ത് സന്നിവേശിപ്പിച്ച നേതാവ് ഖാജ മുഈനുദ്ദീൻ ചിശ്തിയാണ് റളിയല്ലാഹു അൻഹു. ഇവരെയൊക്കെ തള്ളിയാലോ? ഇവരെയൊക്കെ തള്ളിപ്പറഞ്ഞ ആളുകളുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇന്നും അതൊക്കെ അവരുടെ കറാമത്തുകളല്ലേ? പതിനായിരങ്ങളെ ലക്ഷങ്ങളെ ഹിദായത്തിലേക്ക് കൊണ്ടുവന്ന തൗഹീദിന്റെ മധുരം കൊടുത്ത മഹാന്മാരെ പുറങ്കാലിന് തട്ടിയവർ ഇന്നും അടിസ്ഥാനപരമായ തൗഹീദുകൾ തീരുമാനമാകാതെ തെരുവോരങ്ങളിൽ തമ്മിലടിക്കുന്ന കാഴ്ച ഖാജാ തങ്ങളുടെ, മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ, അല്ലാഹുവിന്റെ അസംഖ്യം വരുന്ന ഔലിയാക്കളുടെ കറാമത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്കറിയാനും മനസ്സിലാക്കാനും ഒക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. അവർക്ക് ഇസ്ലാം തിരിഞ്ഞില്ലെന്ന്, അവരുടെ വഴി ശരിയല്ലെന്നൊക്കെ പറഞ്ഞ് അവരിൽ നിന്ന് ജനങ്ങളെ അകറ്റിയ ആളുകൾ, തൗഹീദ് പോലും കൃത്യമാകാതെ ഇന്ന് ജീവിച്ചിരിക്കുന്നവർ ഇന്നലെ കഴിഞ്ഞുപോയവരെ കുറ്റം പറയുന്നു. ഇന്നലെ കഴിഞ്ഞവർ അതിനു മുന്നേ ജീവിച്ചിരുന്നവരെ ദീനിൽ നിന്ന് പുറത്താക്കുന്നു. ഇങ്ങനെ എത്രയോ ആളുകൾ നമ്മുടെ ചുറ്റുപാട് നമ്മൾ കാണുന്ന കാഴ്ചയല്ലേ? മഹാന്മാരായ ഔലിയാക്കളെ സ്നേഹിക്കൂ. അല്ലാഹു നമ്മുടെ ഹൃദയങ്ങളിൽ തൗഹീദിനെ ഉറപ്പിച്ചു തരും. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ് ലാ ഇലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്ത ആധ്യാത്മികമായ പാഠങ്ങളെയും ചിട്ടകളെയും അവർ ഇന്ത്യയിൽ പരീക്ഷിച്ചു. അതിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. ശത്രുക്കളായ ആളുകളുടെ ഹൃദയത്തിൽ പോലും ഇസ്ലാമിന്റെ മധുരം ചെന്നു തറച്ചു. അതേ, അവരെ ആക്രമിക്കാൻ വന്നവരെ പോലും അവര് കൈകാര്യം ചെയ്തതെങ്ങനെയാണ്? ആകാശത്തുകൂടി പറന്ന് ആക്രമിക്കാൻ വന്നവനെക്കാൽ ചുവട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവന്റെയും മുഖത്തു നോക്കി ഹിദായത്ത് കൊടുത്തു. ഖാജാ മുഈനുദ്ദീൻ. പറന്നു വന്നക്രമിക്കാൻ വന്നവർക്കും ഹിദായത്തിന്റെ മധുരം. അതേ, കരയിലൂടെ വന്നവർക്ക്, ഉള്ളിലൂടെ വന്നവർക്ക്, ഗൂഢമായ അജണ്ടകൾ നടപ്പിലാക്കാൻ വന്നവർക്ക് എല്ലാവർക്കും അവരുടെ പ്രതികാരം ഹിദായത്തിന്റെ മധുരമാണ്. അവരുടെ ഹൃദയങ്ങളെ ഹിദായത്തിലേക്ക് നയിച്ചു.
അവരുടെ ഹൃദയങ്ങളിൽ അല്ലാഹുവിനെ ഉറപ്പിച്ചു നൽകി. അവരോട് പരിശുദ്ധമായ ദീനിന്റെ വിജ്ഞാപനം നടത്തി. നമുക്കങ്ങനെയല്ലേ ആകാൻ കഴിയുക? പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന കൾച്ചർ അങ്ങനെയല്ലേ? ആരെങ്കിലും നമ്മെ ആക്രമിച്ചാൽ തിരിച്ചക്രമം കൊണ്ട് നേരിടാനല്ല, നന്മ കൊണ്ടവരോട് എതിരിടാൻ പഠിപ്പിക്കുന്ന കൾച്ചറാണ് പരിശുദ്ധ ഖുർആൻ. ആരെങ്കിലും തെറി പറഞ്ഞാൽ തിരിച്ചു തെറി പറയാൻ നമുക്ക് കഴിയില്ല. അല്ലാഹുവിനെ തെറി പറയുന്നവരെ നമുക്ക് തിരിച്ച് അവരുടെ ദൈവങ്ങളെ തെറി പറയാൻ കഴിയില്ല. വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാ. പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ എത്ര ചിട്ടകളാണ്. ആരെങ്കിലും നമ്മുടെ ആരാധനാലയങ്ങളെ തകർത്തുകളയാൻ ലക്ഷ്യം വെക്കുന്നുവെങ്കിൽ അവരുടെ ആരാധനാലയങ്ങളെ ആ നിലയിൽ സമീപിക്കാൻ കഴിയില്ല. എല്ലാ നിലയിലും എത്ര മനോഹരമായ ജീവിതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം ഞാൻ എൻ്റെ പല പ്രഭാഷണങ്ങളിലും പറഞ്ഞതുകൊണ്ട് കടന്നു പോകുന്നില്ല. മക്കാ മുക്കറമയിൽ പ്രയാസം അനുഭവിച്ച ഒരു കാലമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ എന്തു ചെയ്തു? മഴ പെയ്യാതെ, ഭക്ഷണം കിട്ടാതെ പ്രയാസങ്ങൾ അനുഭവിച്ച മക്കാ മുക്കറമ വളരെ വളരെ പ്രയാസം അനുഭവിക്കുന്ന സമയം ഹിജ്റ 5-ാം വർഷം അവരിലേക്കൊരു ദൂതനെ പറഞ്ഞയച്ചു. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് അംർ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹുവിനെ മക്കയിലേക്ക് പറഞ്ഞയച്ചു. എന്തിനാണെന്നറിയുമോ? പ്രയാസങ്ങളുടെ നേരത്ത് അവരോട് പ്രതികാരം ചെയ്യാനല്ല, അവരുടെ പ്രയാസം കണ്ട് പൊട്ടിച്ചിരിക്കാനല്ല, അവരുടെ പ്രയാസത്തിൽ സന്തോഷമുണ്ടെന്ന് പറയാനല്ല. അതാ വീടിന്റെ വാതിലിൽ ചെന്ന് വിളിക്കണം, അബൂ സുഫിയാൻ, അകല മദീനയിൽ നിന്ന് വരുന്നയാളാണു ഞാൻ. നിങ്ങളുടെ പ്രയാസം എനിക്കറിയാം. നിങ്ങൾക്ക് വേണ്ട പരിഹാരം തന്നാണ് എന്നെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞയച്ചത്. നിങ്ങൾക്ക് സ്വാന്തനം പകരാനാണ് പറഞ്ഞയച്ചത്. നിങ്ങൾക്ക് ഭക്ഷണം വേണ്ടത് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. വിറകുകൊള്ളികൾ പോലും മദീന പള്ളിയിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് നിങ്ങളുടെ അരികിലേക്ക് വന്നതാണു ഞാൻ. അംർ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു അബൂ സുഫിയാനോട് പറഞ്ഞു, നിങ്ങൾക്ക് പ്രയാസമാണോ, വിഷമമാണോ? നിങ്ങൾ പ്രയാസപ്പെടുന്നതും വിഷമിക്കുന്നതും കണ്ട് സങ്കടപ്പെടുന്നൊരു ഹൃദയം അങ്ങ് മദീനയിലുണ്ട്. നിങ്ങളുടെ സഹോദരൻ തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ അവരുടെ കൂടെയുള്ളവരെ ഈ പഴുത്ത മണലിൽ കിടത്തി വലിച്ച നിങ്ങൾ, അവരുടെ പ്രിയപ്പെട്ട കൊച്ചാപ്പയുടെ കരള് പിളർന്ന് ചവച്ചു തുപ്പിയ നിങ്ങൾ, അങ്ങനെ എത്ര ക്രൂരതകൾ അവരോട് നിങ്ങൾ അനുവർത്തിച്ചു. എന്നാലും നിങ്ങൾക്ക് വേദനിക്കുന്നു എന്നറിഞ്ഞപ്പോ പെടഞ്ഞുപോയൊരു ഹൃദയം അങ്ങ് മദീനയിലുണ്ട്. ഞങ്ങളുടെ നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഞങ്ങളോട് പറഞ്ഞു, കയ്യിലുള്ളതൊക്കെ കൊണ്ടുവരാൻ. ഞങ്ങളത് സമാഹരിച്ചു. അബൂ സുഫിയാൻ, നിങ്ങൾക്ക് പ്രയാസമുണ്ട് എന്നറിഞ്ഞപ്പോ ഈ ഒട്ടകങ്ങളുടെ മേലെ വിഭവങ്ങൾ നിരത്തിയിട്ട് മദീനയിൽ നിന്ന് മക്കയിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളുടെ വിശപ്പടക്കണമെന്ന്, നിങ്ങളുടെ പ്രയാസം ഏതാണെങ്കിലും അത് നീക്കി നൽകണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്റെ നേതാവ്. എത്ര മനോഹരമായ കൾച്ചർ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. محمدنا هو سيدنا والعز لنا لإجابته الله 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 كنز الكرم مولى النعم هذه الأمم لشريعته الله 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 അല്ലാഹു നമ്മുടെ മജ്‌ലിസ് ഖബൂൽ ചെയ്യുമാറാകട്ടെ. എത്ര മനോഹരമായ സംസ്കാരം.
ശത്രുവിന് വിശക്കുന്നെന്നറിഞ്ഞപ്പോ വിശപ്പകറ്റിയ സംസ്കാരം, ശത്രു വേദനിച്ചെന്നറിഞ്ഞപ്പോ അവന്റെ പ്രയാസം മാറ്റിയ സംസ്കാരം, കരള് കുത്തിപ്പിളർന്നവന് പോലും മാപ്പ് കൊടുത്ത മനോഹരമായ ദർശനം. അങ്ങകല ലോസ് ആഞ്ചൽസിലെ കെട്ടിടങ്ങൾ കത്തിയമരുന്ന നേരത്ത് പറയൂ മുസ്ലിമേ, നമ്മുടെ ഹൃദയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സന്തോഷമുണ്ടോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ദീന് പഠിച്ച നമുക്ക് ആ മഹിതമായ ദർശനം, അതിന്റെ സൗഭാഗ്യം ഏറ്റെടുത്ത നമുക്ക് ആരുടെയും വീഴ്ചയിൽ സന്തോഷിക്കാൻ കഴിയില്ല. നമുക്കൊരാളിന്റെയും വീഴ്ചയിലോ ആരെങ്കിലും കത്തിയമരുന്നതിലോ പ്രയാസപ്പെടുന്നതിലോ പട്ടിണി കിടക്കുന്നതിലോ ഒരു സന്തോഷമില്ല. മറിച്ച് നമ്മൾ ലോകത്തെ ഓർമ്മപ്പെടുത്തി കൊടുക്കണം. ഒരു ഭാഗത്ത് നിരായുധരായ ഒരു പറ്റം മനുഷ്യരെ ഇല്ലായ്മ ചെയ്യാനുള്ള എല്ലാ തരത്തിലുമുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്ത ആളുകൾ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെയും വ്യവസ്ഥിതിയെയും മറന്നുപോകരുത് എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തണം. അതല്ലാതെ ലോസ് ആഞ്ചൽസിൽ പെടഞ്ഞു വീഴുന്ന മനുഷ്യരുടെ മതം നോക്കിയിട്ട് അതിൽ ആഹ്ലാദിക്കുന്ന കൾച്ചർ മുസ്ലിമിന്റെതല്ല. മക്ക മുക്കറമയിലെ മുശ്രിക്കുകളുടെ വേദന അകറ്റിയ നേതാവിൻ്റെതല്ല. അമേരിക്ക കത്തിപ്പടരുന്ന നേരത്ത്, അമേരിക്കയുടെ ഗ്രാമങ്ങളിൽ തീ പടരുന്ന നേരത്ത് സന്തോഷിക്കുന്ന ഹൃദയങ്ങൾ, ആ ഹൃദയങ്ങളുടെ ഉള്ളിലുള്ള വിചാരങ്ങളും വികാരങ്ങളും പ്രവാചകരിൽ നിന്ന് പഠിച്ചതോ പകർത്തിയതോ അല്ല. അള്ളാഹുവിന്റെ റസൂൽ ആരാണ്? അവിടുന്നാണ് മൂല്യങ്ങളുടെ മഹിതമായ ദർശനങ്ങളെ ലോകം പഠിച്ചത്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്, തുല്യനായ ഒരാളുമില്ല. ദ ഓൺലി മാൻ ഇൻ ഹിസ്റ്ററി സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ നമ്മുടെ വേദിയിലേക്ക് എത്താൻ സമയമായിരിക്കുന്നു. ഞാൻ എൻ്റെ സംഭാഷണം ചുരുക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഖാജാ തങ്ങളുടെ വഴി എങ്ങനെയാണ്? എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിച്ചു, ശത്രുക്കളെ ചേർത്ത് പിടിച്ചു. എല്ലാവരിലേക്കും അല്ലാഹുവിന്റെ മതം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുൽത്താനുൽ ഹിന്ദ് എന്ന് വെറുതെ പറഞ്ഞതല്ല. ഒരൊറ്റ കാര്യം പറഞ്ഞു ഞാൻ എൻ്റെ വർത്തമാനം അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഖാജാ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു സുൽത്താനുൽ ഹിന്ദായത് ആരെങ്കിലും ചാർത്തി കൊടുത്ത പേരുകൊണ്ടല്ല. ഹബീബായ നബി തങ്ങൾ അവരെ വെറുതെ വിളിച്ചതല്ല. ഇന്ത്യ ഭരിച്ചിരുന്ന രാജാക്കന്മാരിൽ അത്യുന്നതനായിരുന്നല്ലോ അക്ബർ. അക്ബർ ചക്രവർത്തിക്ക് ആൺതരികളില്ലാത്ത സങ്കടമുണ്ടായിരുന്നു. എന്റെ ശേഷം ഒരു മകൻ ഈ അധികാരത്തിലിരിക്കാനില്ലല്ലോ എന്ന സങ്കടം അവർക്കുണ്ടായിരുന്നു. ആ സങ്കടത്തിൽ ജീവിക്കുന്നതിന്റെ ഇടയിലാണ് അക്കാലത്ത് ജീവിച്ചിരുന്ന സൂഫിയായ സലീം ചിശ്തി എന്നവരെ കാണുന്നത്. അവരോട് അക്ബർ പറഞ്ഞു, അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ടയാളായിരുന്നു അവർ. എനിക്കൊരാണ്ടരിയില്ലല്ലോ, എന്റെ ശേഷം അധികാരത്തിലിരിക്കാൻ ഒരാളുമില്ലല്ലോ. എനിക്കു ശേഷം എന്റെ അധികാരം കൈമാറാൻ എനിക്കൊരാണ്ടരിയ വേണം. ഭൗതികമായ എല്ലാ ഭൗതികമായ എല്ലാ മാർഗങ്ങളും ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്, അവലംബിച്ചിട്ടുണ്ട്. ഇതുവരെ എനിക്ക് പരിഹാരമില്ല. ഒരു പരിഹാരം പറഞ്ഞു തരുമോ? അക്ബറിനോട് സലീം ചിശ്തി എന്നവരുടെ മറുപടി വന്നു, അക്ബറെ, നിങ്ങളുടെ കാലുകളിലുള്ള ചെരുപ്പഴിച്ചു വെക്കൂ അക്ബറെ. ഇന്ത്യ രാജ്യത്തിന്റെ സുൽത്താനോട് ചെന്ന് പറയൂ അക്ബറെ. അക്ബർ ചോദിച്ചു, ഞാനല്ലയോ സുൽത്താൻ? രാജ്യമടക്കി ഭരിക്കുന്ന രാജാവ്, മന്ത്രിമാരുള്ള രാജാവ്, സൈന്യമുള്ള രാജാവ്. സലീം ചിശ്തി പറഞ്ഞു, അല്ലേ അല്ല, നിങ്ങളുടെ അധികാരങ്ങൾക്ക് പരിധിയുണ്ട്, നിങ്ങളുടെ പട്ടണങ്ങൾക്ക് പരിധിയുണ്ട്, നിങ്ങളുടെ എല്ലാ അധികാരത്തിനും അപ്പുറം ചില അധികാരങ്ങളുണ്ട്. ഇന്ത്യയിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ സുൽത്താനായി നിയോഗിച്ച ഒരാളുണ്ട്. അവരുടെ ചാരത്തേക്ക് നടന്നോ, ചെന്ന് സഹായം ചോദിച്ചോ, അവരുടെ അരികിൽ ചെന്നു നിന്നോ, അവരുടെ ചാരത്തു ചെന്ന് കരഞ്ഞോ. ഇന്ത്യ ഭരിച്ചിരുന്ന അത്യുന്നതനെന്ന് ചരിത്രം പറഞ്ഞ അക്ബർ തന്റെ 2 ചെരുപ്പുകളും തലസ്ഥാന നഗരിയിൽ അഴിച്ചു വെച്ച് അജ്മീറിലേക്ക് നടന്നു. ഖാജാ മേരെ ഖാജാ. ഇന്ത്യ ഭരിച്ചിരുന്ന അധികാരത്തിന്റെ എല്ലാ തരത്തിലുമുള്ള ആഡംബരങ്ങളും ഉണ്ടായിരുന്ന അക്ബറിന്റെ വിളിയാളം, അക്ബറിന്റെ കരച്ചിലങ്ങ് അജ്മീറിന്റെ മാമലയിൽ തട്ടി പ്രതിധ്വനിച്ചു. ഖാജാ മേരെ ഖാജാ, ഞാൻ
ഞാനിതാ അങ്ങയുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നു. അകലെ എന്റെ രാജ്യത്ത് എന്റെ ചെരുപ്പുകൾ അഴിച്ചു വെച്ച് ഞാൻ അങ്ങയോട് സഹായം ചോദിക്കുന്നു. എനിക്കൊരാണ്ടരിയെ തരുമോ? എനിക്കൊരു മകനെ തരുമോ? എന്റെ അധികാരം നിലനിർത്താൻ ഒരാളെ തരുമോ? സയ്യിദത്തുനാ മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ കറാമത്ത് നടന്ന സ്ഥലത്തു നിന്നുകൊണ്ട് സയ്യിദുനാ സക്കരിയ നബി ചോദിച്ചില്ലേ, ഹുനാലിക ദഅ സക്കരിയ റബ്ബ ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ. മഹാന്മാരുടെ വിശിഷ്ടമായ സന്നിധികളിൽ നിന്ന് ചോദിക്കുന്നത് ഖുർആനാണ്, അല്ലാഹുവിന്റെ കലാമിന്റെ പാഠമാണ്. അക്ബറിന്റെ ചോദ്യം വന്നു, ഖാജാ എനിക്കൊരാണ്ടരിയെ തരുമോ? കരഞ്ഞുകൊണ്ട് അജ്മീറിൽ അഭയം പ്രാപിച്ച അധികാരി തിരിച്ചു തന്റെ അധികാര സ്ഥാനത്തെത്തി. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ അക്ബറിന് പിറന്ന മകനാണ് ജഹാംഗീർ. അയാളുടെ ആദ്യത്തെ പേര് സലീം ചിശ്തി എന്നാണ്. ഇങ്ങനെ തുടങ്ങിയാൽ ഇന്ത്യ ഭരിച്ചിരുന്ന അധികാരികൾ, രാജാക്കന്മാർ, വസീറുമാർ, മന്ത്രിമാർ, അധികാരത്തിന്റെ മേഖലകൾ കൈയടക്കിയവർ പലരും ഒളിഞ്ഞും തെളിഞ്ഞും അജ്മീറിന്റെ ചാരത്ത് വന്ന് സുൽത്താനുൽ ഹിന്ദിന്റെ പ്രീതിക്കിരുന്നിട്ടുണ്ട്. ഖാജാ തങ്ങളെ വരവലംബിച്ചിട്ടുണ്ട്. അത് നിഷേധിക്കാനാകാത്ത ചരിത്രമാണ്. ഓ മുഅ്മിനേ, നമുക്ക് അവലംബിക്കാവുന്ന ഇടമാണ്, നമ്മുടെ ആത്മീയ തലസ്ഥാനമാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ അവതരിപ്പിച്ച നേതാവാണ്. ഓ പ്രിയപ്പെട്ട വിശ്വാസികളെ, ഔലിയാക്കളെ പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിനെന്ത് വെളിച്ചമാണ്. അവരുടെ അനുസ്മരണങ്ങൾ നമുക്ക് നൽകുന്ന ഈമാനികമായ ഊർജം എത്ര വലുതാണ്. അതുകൊണ്ട് ഖാജാ തങ്ങളെ മുറുകെ പിടിച്ചോ. 96 ലക്ഷം ആളുകൾക്ക് ഇസ്ലാം കൊടുത്ത ഈ രാജ്യത്തിന്റെ സുൽത്താൻ ഉറങ്ങുന്ന മണ്ണിൽ നിന്ന് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എങ്ങോട്ട് പോകാനാണ്? നമ്മുടെ നാട്ടിലെ വർഗീയവാദികൾ കുറെ നാളുകളായി പറയും ഇന്ത്യയിൽ നിന്ന് മുസ്ലിങ്ങൾ പോകണം. ഈ അടുത്ത സമയത്ത് നിങ്ങൾ കേട്ടില്ലേ? എല്ലാ ഇസ്ലാമോഫോബിയകളുടെ നടുവിലും നമുക്ക് ഉയർത്തി പറയാവുന്ന പേരാണ് ഖാജാ തങ്ങളുടെ പേരും ജീവിതവും. അല്ലെങ്കിൽ തന്നെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എത്ര അഭിമാനത്തോടെ ജീവിക്കുന്നവരാണ് നമ്മൾ. നമ്മുടെ വല്യുപ്പമാരുറങ്ങുന്ന ഈ മണ്ണിൽ നിന്ന് നമുക്കെങ്ങനെ പോകാൻ കഴിയും? ഈ മണ്ണ് വെട്ടിപ്പിടിക്കാൻ വന്ന വൈദേശികനോട് പടപൊരുതിയ ചരിത്രവും പാരമ്പര്യവുമുള്ള ആൺകുട്ടികളായ വല്യുപ്പമാരുടെ ചരിത്രം ഉറങ്ങുന്ന മണ്ണാണിത്. നമുക്കത്ര വേഗമൊന്നും ഈ മണ്ണിൽ നിന്ന് പോകാൻ കഴിയില്ല. പോകൂ എന്ന് പറയുന്നവർക്ക് എളുപ്പം പോകാം, കാരണം അവർക്ക് ഈ രാജ്യത്തിന്റെ ചരിത്രത്തിലോ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിലോ വ്യക്തമായ പങ്കുകളൊന്നും ഇല്ലാത്തവരാണ്. നമുക്കങ്ങനെയല്ല. അലറി വിളിച്ചു വന്ന കപ്പലുകളെ തടഞ്ഞു നിർത്തിയ അത്യുന്നതന്മാരായ മുൻഗാമികളുടെ ചരിത്രമുണ്ട്. ഒരേ സമയം ആധ്യാത്മികമായി നയിച്ച മഖ്ദൂമുമാരുടെയും മമ്പുറത്തെ തങ്ങന്മാരുടെയും കുഞ്ഞാലിമാരുടെയും വാരിയം കുന്നന്റെയും മാലി മുസ്ലിയാരുടെയും ചരിത്രത്തിൽ നാമം പോലും അടയാളപ്പെടുത്തിയിട്ടില്ലാത്ത ഈ മണ്ണിന് വേണ്ടി പിടഞ്ഞു വീണ 10,000-കണക്കിന് പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രം ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് പറയാനുണ്ട്. ആ ചരിത്രത്തിന്റെ പാരമ്പര്യമൊന്നും PC ജോർജിനെ പോലെയുള്ള രാജ്യത്ത് വർഗീയത പറയുന്നവർക്ക് പറയാനില്ല. ഈ രാജ്യത്തെ എല്ലാ മനുഷ്യരും ആദരിക്കുന്നവരല്ലേ അവരെല്ലാം. ഖാജാ തങ്ങളെ ഈ രാജ്യത്തെ എല്ലാ ആളുകളും, എല്ലാ മതസ്ഥരും അജ്മീറിലേക്ക് ചെല്ലൂ. അവിടെ ഹിന്ദു ഉണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, ജൈനനുണ്ട്, പാഴ്സിയുണ്ട്, ബുദ്ധനുണ്ട്. അവരെല്ലാവരും വന്ന് അവിടെ അഭയം തേടുന്നുണ്ട്. കാരണം ഇവിടുന്ന് കാരുണ്യമാണ് ലഭിക്കുക. ഇവിടുന്ന് കാരുണ്യമാണ് ലഭിക്കുക. മഹാന്മാരായ നമ്മുടെ മുൻഗാമികളുടെ ജീവിതത്തെ അറിയാനും പഠിക്കാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹു നൽകിയ ഒരു ഉപദേശം മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, മുഈനുദ്ദീൻ, നിങ്ങൾ പോകുന്ന നേരത്ത് വലിയ താഴ്മയുള്ളവരായി നിങ്ങൾ ജീവിക്കണം. അല്ലാഹുവിൽ എല്ലാം അർപ്പിച്ച് താഴ്മയുള്ള ജീവിതം നിങ്ങൾ നയിക്കണം. ജനങ്ങൾക്ക് വല്ലാതെ കരുണ ചെയ്യണേ മുഈനുദ്ദീൻ. കരുണ ചെയ്യുന്ന വിഷയത്തിൽ നിങ്ങൾ ഭൂമി പോലെയാകണം. ഉസ്മാനുൽ ഹാറൂനി തങ്ങളുടെ ഉപദേശമാണ്. കരുണ ചെയ്യുന്ന വിഷയത്തിൽ നിങ്ങൾ സമുദ്രത്തെ പോലെയാകണം. സമുദ്രത്തിൽ നിന്ന് ആരൊക്കെ കോരിയാലും അത് തീരുകയില്ലെന്ന് മാത്രമല്ല, കോരുന്നവരുടെ ഒന്നും ഏതെങ്കിലും ഭാഗങ്ങളെ സമുദ്രം നോക്കാറില്ല. വേണ്ടവർക്കൊക്കെ കൊടുത്തതല്ലാതെ ചരിത്രമില്ല. ഭൂമി പോലെ എല്ലാം ക്ഷമിക്കുന്ന ശൈലിയാകണം നിങ്ങൾക്കുണ്ടാകേണ്ടത്. അവിടുന്ന്
അവിടുന്ന് മഹാനരായ ഖാജാ തങ്ങൾ അതുകൊണ്ടാണ് പാവങ്ങളായ ആളുകളെ ചേർത്തു പിടിച്ചത്. ഞാനിവിടെ പറഞ്ഞു വെച്ച പ്രധാനപ്പെട്ട രണ്ടു കാര്യങ്ങൾ: ഒന്ന് അള്ളാഹുവിന്റെ ദീന്, രണ്ട് വിശാലമായ കാരുണ്യം. ഇത് ഖാജാ തങ്ങളുടെ വഴിയാണ്. ആ വഴിയാണ് നമ്മുടെ സ്ഥാപനം മുറുകെ പിടിക്കുന്നത്. അവിടെ മുത്തഅല്ലിമീങ്ങളുണ്ട്, അവരല്ലാഹുവിന്റെ ദീന് പഠിക്കുകയാണ്. അവിടെയോ മറുഭാഗത്ത് കരളലിയിക്കുന്ന ചില കാഴ്ചകളുണ്ട്. പാവങ്ങളായ ആരോരുമില്ലാത്തവരെ ഏറ്റെടുത്തിട്ടവർക്ക് വേണ്ടതൊക്കെയും നൽകുന്നുണ്ട്. എത്ര മനോഹരമായ കാഴ്ചയാണത്! പാവങ്ങളെ ചേർത്തു പിടിക്കുന്ന കാഴ്ച നമ്മുടെ മുൻഗാമികളുടേതാണ്. ഓ മുഅ്മിനീങ്ങളെ, അതിലൂടെ വരാനുള്ള സൗഭാഗ്യം വളരെ വലുതാണ്. അവരെ തട്ടിക്കളഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനാകില്ല. നമ്മുടെ ഈ സ്ഥാപനത്തിൽ എത്രയോ വൃദ്ധന്മാരും വൃദ്ധകളുമുണ്ട്. ആരോരുമില്ലാത്തവരല്ലേ, പ്രയാസം അനുഭവിക്കുന്നവരല്ലേ. ഞാൻ വന്നിട്ട് ഒരല്പനേരം അകത്തേക്ക് കയറിയപ്പോ കണ്ണിന് കാഴ്ചയില്ലാത്ത ഉമ്മമാരെ കണ്ടു. അതാ വേദന കൊണ്ട് വയ്യാതെ പ്രയാസപ്പെട്ട് കിടക്കുന്ന ആളുകളെ കണ്ടു. വിവിധ രോഗങ്ങൾ അനുഭവിക്കുന്നവരിവിടെയില്ലേ. അവരെ ചേർത്ത് പിടിക്കുന്നതാരുടെ ശൈലിയാണ്? അത് ഔലിയാക്കളുടെ ശൈലിയാണ്. നമ്മുടെ ഹൃദയത്തെ മയപ്പെടുത്തി കിട്ടാൻ അത് കാരണമാണ്. നമുക്ക് ഹിദായത്ത് ഉറയ്ക്കാനുള്ള കാരണമാണ്. നാളെ പരലോകത്ത് നമുക്കുള്ള വലിയ പ്രതീക്ഷയാണ്. നമ്മുടെ ഈ അരികിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങളിലേക്ക് നിങ്ങളുടെ സഹായങ്ങൾ ഉണ്ടാകണം, സഹകരണങ്ങൾ ഉണ്ടാകണം. നിങ്ങളെല്ലാ നിലയിലും അതിനെ സഹായിക്കുകയും സഹകരിക്കുകയും വേണം. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മയൊക്കെയും സഹായിക്കട്ടെ. ആരോരുമില്ലാതെ തെരുവുകളിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരവസ്ഥയെ തൊട്ട് അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഞങ്ങൾ ഒരിക്കൽ ഇടുക്കി ജില്ലയിൽ നിന്നൊരാൾ വിളിച്ചിട്ട് അവിടെ ചെന്നു. 10 മക്കളുള്ള ഒരു ഉമ്മയെ ഒരാൾ ഉപേക്ഷിച്ചു. ആ ഉപേക്ഷിച്ചയാളിനെ അന്വേഷിച്ചുകൊണ്ട്, അവരുടെ മക്കളെ അന്വേഷിച്ചുകൊണ്ട് തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട ആ മാതാവിന്റെ സങ്കടം അറിയാൻ വേണ്ടി ചെന്നു. മക്കളുണ്ട്, മക്കൾക്ക് വലിയ പദവികളുണ്ട്, പക്ഷേ ഉമ്മയെ നോക്കുന്നില്ല. അങ്ങനെ എത്രയാളുകളാണ്. പത്തനംതിട്ട ജില്ലയിൽ ഒരിക്കൽ ഞങ്ങൾ ഒരു സ്ഥലത്തു ചെന്നു. അവിടെ അതാ എഞ്ചിനീയറായ ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യന്റെ വാപ്പയുണ്ടെന്നറിഞ്ഞിട്ടാണ് അവിടെ ചെല്ലുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, ജീവിതത്തിന്റെ അവസാന സമയം ആ ഉപ്പ, എഞ്ചിനീയറായ മകനും കുടുംബവും ഒക്കെ വിദേശത്ത് നല്ല സുഖത്തിലാണ്. ആ ഉപ്പയുടെ കയ്യിലുള്ളതോ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ മതത്തിന് വിരുദ്ധമായ ജപമാലകളാണ്. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ചിഹ്നങ്ങൾ അള്ളാഹുവിന്റെ മതത്തിന്റെ ചിഹ്നങ്ങളല്ല. അവരുടെ ആ അവശതയും രോഗവും വല്ലാതെ, ആ അവശതയും രോഗവും വല്ലാതെ അവരെ തളർത്തിയ നേരത്ത് ആ തളർച്ച മുതലെടുത്തതാണ്. ഈമാൻ അങ്ങനെ നഷ്ടപ്പെട്ടു പോയ എത്രയോ ആളുകളുണ്ട്. അതിന്റെ നടുത്തളത്തിൽ പാവങ്ങളെ സഹായിക്കുന്ന, സംരക്ഷിക്കുന്ന ഇത്തരം സംവിധാനങ്ങൾ പല സ്ഥലങ്ങളിലും കുറവാണ്. നമ്മുടെ നാട്ടിലുള്ള ഈ സംവിധാനത്തിന് നിങ്ങളെല്ലാവരും നല്ല സഹായങ്ങൾ ചെയ്യണം. ഖാജാ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹുവിനെ മനസ്സിൽ കാണണം. അവിടുന്ന് അല്ലാഹുവിന്റെ ദീനിനെ ഖിദ്മ ചെയ്തതുപോലെ, പരിശുദ്ധമായ ദീനിനെ വളർത്തിയതുപോലെ ഞാനും റബ്ബിന്റെ മാർഗത്തിൽ ഒരുപാട് കരുണ ചെയ്ത് അല്ലാഹുവിന്റെ ദീനിന് കാവലാകുമെന്ന ചിന്ത വേണം. തങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ വേദിയിലേക്ക് വരും. നിങ്ങൾ ആണുങ്ങളും എഴുന്നേറ്റു നിൽക്കുമോ? ഞാൻ എൻ്റെ സംഭാഷണം അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ദീന് ഏതാണ്? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് നൽകിയ ദീനാണ്. ആ ദീനിനെ നമ്മുടെ മുൻഗാമികൾ അനുഭവിച്ച ത്യാഗം എത്ര വലുതാണ്, എത്ര പ്രയാസങ്ങളാണ്. അവർ ഈ ദീന് വെറുതെ നമ്മിലേക്ക് എത്തിച്ചു തന്നതല്ല. ഓരോ നാട്ടിലും അവർ വന്ന് പട്ടിണി കിടന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ ദീനിനെ നമ്മൾ വികലപ്പെടുത്തരുത്, മോശപ്പെടുത്തരുത്. നമ്മുടെ ഏതെങ്കിലും ഒരു ഇടപാട് കൊണ്ട് ദീനിനെ ജനങ്ങൾ പരിഹസിക്കുന്ന അവസ്ഥ വരരുത്. ഇന്ന് പല ആളുകളുടെയും ചടങ്ങുകൾ, പല കല്യാണങ്ങൾ, മുസ്ലിം ഉമ്മത്തിലെ പല ആളുകളുടെയും ഇടപാടുകൾ, മഹാന്മാരുടെ പേരിൽ നടക്കുന്ന ആണ്ടു നേർച്ചകൾ എന്ന പേരിൽ നടക്കുന്ന നേർച്ചപ്പൂരങ്ങൾ,
ആനയെഴുന്നള്ളത്തുകൾ, അതുപോലെ ചന്ദനക്കുട മാമാങ്കങ്ങൾ, എത്രയോ മോശപ്പെട്ട പ്രവണതകൾ നമ്മൾ കാണുകയാണ്. അള്ളാഹുവിന്റെ ദീനിനെ ശത്രുക്കൾക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കരുത്. എന്റെ ഒരു പ്രവർത്തനം കൊണ്ട് ദീനിനെ ട്രോളുന്ന അവസ്ഥ വരരുത്. എന്റെ ഒരു സംഭാഷണം അള്ളാഹുവിന്റെ ദീനിന് ഇവിടെ പരിഹസിക്കാനുള്ള വഴിയാക്കി മാറ്റിവെക്കരുത്. ശത്രുക്കൾക്ക് വടി കൊടുക്കുന്ന ഒരു വർത്തമാനം വരരുത്. അങ്ങനെ ചിന്തിക്കണം. ഈ ദീനേതാണ്? ഖാജാ തങ്ങളുടെ വിയർപ്പിന്റെ ബാക്കിയാണ്. മാലിക് ഇബ്നു ദീനാറിന്റെ ത്യാഗമാണ്. അതാ ബദറിലും മുഹദിലും പടവരുതിയ സ്വഹാബിമാരുടെ ജീവത്യാഗമാണ്. ഒരാളിന്റെ വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ദൂതനായി, ഹബീബായ നബി തങ്ങളെ ദൂതനായി, അക്കാലത്തെ കള്ളപ്രവാചകനായ മുസൈലിമത്തുൽ കദ്ദാബിന്റെ അരികിലേക്ക് പോയി. സയ്യിദുനാ ഹബീബ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ആ സ്വഹാബി വര്യനവരുടെ അരികിലേക്ക് ചെല്ലുമ്പോ അതാ മുസൈലിമത്തുൽ കദ്ദാബിന്റെ ചോദ്യമാണ്, നിന്റെ വിശ്വാസം എന്താണ്? അവര് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാ മുസൈലിമത്തുൽ കദ്ദാബ് പറഞ്ഞു, എനിക്കറിയേണ്ടതല്ല, നിന്റെ നബിമാരെ കുറിച്ചുള്ള വിശ്വാസമാണ്. ഹബീബ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു ആണ്. ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉടനെ ചോദിച്ചു, ഞാൻ ആരാണ്? അവിടുന്ന് ഹബീബ് ഇബ്നു സയ്യിദ് തങ്ങൾ പറഞ്ഞു, ഓ മുസൈലിമ, നീ വലിയ കള്ളനാണ്. ബഹുമാനപ്പെട്ട ബായാർത്ഥങ്ങൾ അവറുകൾ നമ്മുടെ മജ്ലിസിലേക്ക് വരികയാണ്. ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാഇ വജബ ശുക്രു അലൈനാ മാ ദഅ ലില്ലാഹി ദാഇ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹബീബ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുസൈലിമ, നീ കള്ളനാണ് മുസൈലിമ. ബഹുമാനപ്പെട്ട ഹബീബ് ഇബ്നു സയ്യിദ് തങ്ങളുടെ വലത്തെ കൈ മുറിച്ചു കളഞ്ഞു, ഇടത്തെ കൈ മുറിച്ചു കളഞ്ഞു. അവിടുത്തെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും മുറിച്ചു. അവിടുത്തെ ചെവി മുറിച്ചെടുത്തു, മൂക്ക് ചത്തിയെടുത്തു. ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും വീഴുന്ന നേരത്ത് അവരൊറക്കെ വിളിച്ചു പറഞ്ഞു, മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ്. ശരീരത്തിന്റെ ഭാഗങ്ങൾ ഓരോന്നും ചെത്തി ചെത്തി താഴേക്ക് വീഴുന്ന നേരത്തും അവര് ഈമാൻ ഉറപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ദൂതരായ മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവർ ഉച്ചയിത്തരം പ്രഖ്യാപിക്കുകയാണ്, മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇങ്ങനെ ജീവത്യാഗം ചെയ്ത മഹാന്മാരായ മുൻഗാമികളുടെ ജീവിതം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഈമാനിൽ ഉറച്ചു നിന്ന് അള്ളാഹുവിന്റെ മതത്തിനെ പരിഹസിക്കാൻ എറിഞ്ഞു കൊടുക്കാതെ അള്ളാഹുവിന്റെ മതം പറഞ്ഞ വിധിവിലക്കുകളുടെ ഉള്ളിൽ നിന്ന് ജീവിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.